ഞാനൊന്ന് അതിഥികൾ കൂടി ചേർന്നുണ്ട്. നമുക്കൊപ്പം ദയവായി അവിടെ തുടരുക. ഭക്തരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. പ്രശാന്ത് ദയവായി തുടരുക. താഴിട്ട് പൂട്ടിയ ശ്രീകോവിൽ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഹൃദയത്തിലൊരു വിങ്ങലാണ്. അനിൽ വിളയൽ ചേരുന്നുണ്ട് ഇപ്പോൾ തത്സമയം പ്രതികരിക്കാൻ. ശ്രീ അനിൽ വിളയൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നഗരസഭ SDP-യുടെ 4 ഭീകരർ വന്ന് ആക്രോശിച്ചാൽ മുട്ടുവളയ്ക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറിപ്പോ. അതെ, കഴിഞ്ഞ കുറെ ദിവസമായി ഭാരതത്തിലും കേരളത്തിലും നടപ്പാക്കുന്ന ഭീകരത പരോക്ഷമായിട്ട് നടപ്പാക്കുന്ന ചില രീതികളാണ് കാണുന്നത്. പ്രത്യക്ഷത്തിലുള്ള കാഴ്ചകൾ നമ്മൾ ഡൽഹിയിൽ ഉൾപ്പെടെ കണ്ടു, ചാവേർ ആക്രമണം ഉൾപ്പെടെ. അതിന്റെ സമാന്തരമായിട്ട് രീതിയിൽ പരോക്ഷമായിട്ട് കേരളത്തിലെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഉറങ്ങിക്കിടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നെയ്യാറ്റിൻകരയിലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിലും കണ്ടതാണ്. ഇന്നലെ തന്നെ കണ്ണൂരിൽ ഒരു പരിപാടിയിൽ SDP-യുടെ ഭീകരർ അവരുടെ മുസ്ലിം നോമ്പ് സമയത്തും അല്ലെങ്കിൽ നിസ്കാര സമയത്തുമൊക്കെ യാതൊരു പരിപാടികളും നടത്തരുത് എന്നുള്ള ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളം വീണ്ടും ഇത്തരത്തിലുള്ള ഭീകരന്മാരുടെ ഒരു താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഉറങ്ങിക്കിടന്ന തീവ്രവാദ ശക്തികൾ തടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. അതിന്റെ കാരണം പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. LDF-ഉം UDF-ഉം ഒക്കെ തന്നെ അവർക്ക് കുടപിടിക്കുമെന്നറിയാം, അല്ലെങ്കിൽ അവരുടെ പിറകെ വോട്ടിന് വേണ്ടി ചെല്ലുമെന്നും അറിയാം. അതുകൊണ്ട് ഏത് തോന്നിയവാസവും കേരളത്തിൽ കാണിച്ചാൽ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ യാതൊരുവിധമായ പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നും അധികാര ശ്രേണിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ അഴിഞ്ഞാടുന്നത്. ഇതിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ ഒക്കുന്നൊരു കാര്യമല്ല. കാരണം ഇവിടുത്തെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് എന്ത് തോന്നിയവാസവും അഴിഞ്ഞാട്ടവും നടത്താം. ഹൈന്ദവ ക്ഷേത്രങ്ങളെ, ഹൈന്ദവ ആചാരങ്ങളെ എങ്ങനെയും നിന്ദിക്കാം, ഏത് രീതിയിലും അവമാനിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ധാരാളം തെളിവുകളാണ് കഴിഞ്ഞ കുറെ ദിവസമായി വരുന്നത്. നമ്മൾ കണ്ടതാണല്ലോ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു നാടകം ഹൈന്ദവമായിട്ടുള്ള മഹാഭാരതത്തിനെയും രാമായണത്തെയും ഇത്ര ഹീനമായി കളിയാക്കുകയും അതിനെ തെറി വിളിക്കുകയും അശ്ലീലം കുട്ടികളെ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇതിന് കുടപിടിക്കുന്നത് ഇവിടുത്തെ ഇടതുമുന്നണിയും വലതുമുന്നണിയും തന്നെയാണ്. കാരണം SDP-യുടെ വോട്ട് ഇവർക്ക് വേണം. പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള നിരോധന സംഘടനയാണെങ്കിലും അവർ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ സമൂഹത്തിൽ അഴിഞ്ഞാടുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണിത്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ മുളയിലെ നുള്ളാൻ ഇടതുമുന്നണി സർക്കാർ തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം വോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ. ഇപ്പോൾ ശ്രീ RV ബാബു കൂടി ചേരുകയാണ് ഈ നിമിഷം പ്രതികരിക്കാൻ. ശ്രീ RV ബാബു, ഇതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ രാമനാഥൻ നായർ, അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് 70 സെൻറ്റ് സ്ഥലം ക്ഷേത്രത്തിൻ്റെ, അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹം വെച്ച ആരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുടുംബം ചെയ്യുന്നതാണ്. അപ്പോൾ 70 സെൻറ്റ് സ്ഥലം ഈ ക്ഷേത്രം പണിയാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. അവിടെയാണ് അന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 2025 വീണ്ടും ഭക്തജനങ്ങൾ കൂട്ടായ്മയെ രൂപീകരിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കുന്നു. പെട്ടെന്ന് ഇതങ്ങ് നഗരസഭയുടെ സ്ഥലമായി മാറുകയാണ്, ചിത്രീകരിക്കപ്പെടുകയാണ്. ഇത് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലാകുന്നത്. നഗരസഭാ സെക്രട്ടറി പറയുകയാണ് അത് ഒരു സംഘടന വന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ നഗരസഭാ സെക്രട്ടറിയോട് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ ചോദിക്കുകയാണ്, ആരാണ്, ഏത് സംഘടന, നിങ്ങൾ പറയൂ. അപ്പോൾ പറയുന്നത് SDPI എന്ന് പറയുന്നു. എത്രത്തോളം നിർണായകമാണ്, ഗുരുതരമാണ് സാഹചര്യം? കേരളത്തില് ഈ മതതീവ്രവാദ സംഘടനകൾ കേരളത്തിന്റെ ഭരണത്തെ എത്ര കണ്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. ഈ കേരള സംസ്ഥാനത്ത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വ്യാപകമായി പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് വെള്ളിയാഴ്ച ജുമ നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ പ്രചരണ പരിപാടിയായിട്ട് നടത്തി വന്ന പരിപാടി നടത്താൻ പാടില്ല എന്ന് ബഹളം വെച്ച് ആ സർക്കാർ ജീവനക്കാരെ, ഫ്ലാഷ് മോബ് നടത്തിയിരുന്ന കുടുംബശ്രീക്കാരെ ഒക്കെ ആക്രമിച്ചത് ഇതേ SDP-ക്കാരാണ്. അപ്പോ ഇതേപോലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇസ്ലാം മതത്തിന്റെ താല്പര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവരിറക്കുന്ന തിട്ടൂരം അനുസരിച്ചോ